വെൽക്കം ടു വിൻചെസ്റ്റർ കത്തീഡ്രൽ. ബ്രിട്ടന്റെ മനോഹരമായ ലാൻഡ്മാർക്കിലൊന്ന്, where history, faith and architecture meet in perfect harmony. ഇതാണ് ഇവിടുത്തെ ഹൈ ആൾട്ടർ. കൗണ്ട്ലെസ് സർവീസസും കൊറോണേഷൻസും റോയൽ സെറമണീസും നടന്ന സ്ഥലം. ബാക്കിൽ കാണുന്ന ദ ഗ്രേറ്റ് സ്ക്രീൻ 15-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഗൊത്തിക് സ്കൾപ്ചർ ഇൻ ഓൾ യൂറോപ്പ്. ഈ സ്ക്രീനിൽ നമുക്ക് പല വിശുദ്ധന്മാരെയും ഏഞ്ചൽസ്, ബിഷപ്സ് ആൻഡ് കിങ്സിനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാവ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു കാലത്ത് ഇംഗ്ലണ്ടിൻ്റെ ഹാർട്ട് ഓഫ് പവർ എന്ന രീതിയിൽ നിലനിന്നിരുന്ന സ്ഥലമാണ് വിൻചെസ്റ്റർ. അതുകൊണ്ട് തന്നെ ഒരുപാട് കിങ്സ്, ബിഷപ്സ്, നൈറ്റ്സ് അവരുടെയൊക്കെ ടോംബ് നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും. ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച ഒന്നാണ് ജെയിൻ ഓസ്റ്റൻ്റെ ടോംബ്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രൈഡ് ആൻഡ് പ്രെജുഡീസും സെൻസ് ആൻഡ് സെൻസിബിലിറ്റീസും ഒക്കെ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞത്, ഇവിടുത്തെ കൾച്ചറിനെ പറ്റി ആദ്യം അറിഞ്ഞത് ജെയിൻ ഓസ്റ്റൻ്റെ പുസ്തകങ്ങളിലൂടെ ആയിരിക്കും. വിൻചെസ്റ്ററിൻ്റെ പേട്രൺ സെയിൻ്റായ സെയിൻറ്റ് സ്വിത്തിൻ്റെ ടോംബാണിത്. കത്തീഡ്രലിൻ്റെ അകത്ത് ഒരുപാട് ചാപ്പൽസ് ഉണ്ട്. ഓരോ ചാപ്പലിനും അതിൻ്റേതായ കഥയും ഹിസ്റ്ററിയും ഒക്കെ പറയാനുണ്ട്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് വരുന്ന ഫീല് വി ആർ സ്റ്റെപ്പിംഗ് ബാക്ക് ഇൻ ടൈം എന്നുള്ളതാണ്. ഇവിടുത്തെ ടൈൽസിന് പറയുന്ന പേരാണ് റെട്രോ ക്വയർ ടൈൽസ്. ഇവ 13-ാം നൂറ്റാണ്ടിലെ ടൈലുകളാണ്. ഈ ടൈൽസ് one of the significant collection of medieval tiles in Europe ആയിട്ട് കരുതപ്പെടുന്നു. കത്തീഡ്രലിൻ്റെ ഈസ്റ്റ് എൻഡ് വെർജിൻ മേരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സ്ഥലമാണ്. മെയിൻ കത്തീഡ്രലിൽ കാണുന്ന പോലെ തന്നെ ഗൊത്തിക് ആർട്ടിസ്ട്രി ബ്രില്യൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് കാർവ്ഡ് ഏഞ്ചൽസും ഫ്ലോറൽ മോട്ടീവ്സും ഡെലിക്കേറ്റ് സ്റ്റോൺ വർക്ക്സും ഒക്കെ. എനിക്ക് തോന്നിയൊരു ഒബ്സർവേഷൻ, മെയിൻ കത്തീഡ്രൽ മോർ ഓഫ് എ ഗ്രാൻഡർ സൈഡ് ആണെങ്കിൽ ഇൻ ലേഡി ചാപ്പൽ യു വിൽ എക്സ്പീരിയൻസ് മോർ ഓഫ് എ സ്പിരിച്വൽ സ്പേസ്. വിൻചെസ്റ്റർ കത്തീഡ്രലിൻ്റെ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ആണ്. ഒരുപാട് സ്റ്റോറീസ് ഈ ഗ്ലാസ് വിൻഡോസസ് കൺവേ ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഐ ലെവലിന് മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്ലാസ് പെയിൻസും ഇൻഡിവിജ്വലി പെയിൻറ്റഡും ആണ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് അതിൽ തട്ടുമ്പോൾ കത്തീഡ്രലിൻ്റെ അകത്ത് ക്രിയേറ്റ് ആവുന്ന കളർ ആൻഡ് അറ്റ്മോസ്ഫിയർ വളരെ ഡിവൈനാണ്. കത്തീഡ്രലിൻ്റെ വെസ്റ്റ് എൻഡിലുള്ള വെസ്റ്റ് എൻഡ് വിൻഡോ വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്.
1600 ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ സമയത്ത് ഈ വിൻഡോ തകർക്കപ്പെട്ടു. അങ്ങനെ പൊട്ടിയ ആ ഗ്ലാസ് ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരു യുണീക്ക് മൊസൈക്ക് ലൈക്ക് അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്ത് പുതിയ വെസ്റ്റ് എൻഡ് വിൻഡോ സ്ഥാപിച്ചു. വേൾഡ് വാർ ഉൾപ്പെടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സോൾജേഴ്സിൻ്റെ മെമ്മോറിയൽസ് കാണാൻ സാധിക്കും. ഇവിടെ നിന്നിറങ്ങുമ്പോൾ ഒരു രാജ്യം അവരുടെ സ്പിരിച്വാലിറ്റി, ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ എങ്ങനെയൊക്കെ ഹാർമനൈസ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തിരികെ പോകുന്നത്. ഇവിടെ ആരും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഓരോരുത്തരും അവർക്ക് വേണ്ടത് എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു പോകുന്നു.